മാത്രമല്ല മടവൂർ വിഭാഗത്തെ ഇവർ ഐക്യത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അതാ അവരും ആദർശപരമായ ഒന്ന് തന്നെയാണ് ഇപ്പം ഉള്ളത്. ഇവർ ഐക്യത്തിലേക്ക് ക്ഷണിച്ചൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ആരാ എഴുതിയെന്നറിയോ? എഴുതിയത് ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിന. അദ്ദേഹം ഇപ്പോ KNM ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. അതുപോലെ വിചിന്തനത്തിന്റെ സബ് എഡിറ്ററാണ് അദ്ദേഹം. നമ്മുടെ KN ഇബ്രാഹിം മൗലവിയുടെ മകനാണ് അദ്ദേഹം മടവൂർ വിഭാഗത്തെ ഐക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ്? ആർക്ക് മുമ്പിലും നേതൃത്വം വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയുമല്ല. ഇടക്കാലത്ത് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയവരും ഈ കാര്യം ചിന്തിക്കണം. ദുർബല ഹദീസുകാരെ ഒറ്റപ്പെടുത്തി ഐക്യത്തോടെ പ്രബോധന ദൌത്യം തുടരാൻ KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഈ ഐക്യത്തിന് അവര് ക്ഷണിക്കുമ്പോ മടവൂർ വിഭാഗവുമായി 10 കൊല്ലം നമ്മൾ എതിർത്ത് നിൽക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ട് എത്ര രൂപ ചെലവായെന്നറിയോ? 80 ലക്ഷം രൂപ ചെലവായത്. എന്തിനാണ് ഈ 80 ലക്ഷം രൂപ ചെലവാക്കിയത്? അവരുടെ ആദർശം അത് തന്നെയാണ് ഇവരുടേതുമെങ്കിൽ എന്തിന് അവർക്കെതിരെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കി? നമ്മൾ അവർക്കെതിരെ എറണാകുളത്ത് സമ്മേളനം നടത്തി കോടിക്കണക്കിന് രൂപ ചെലവായി. എന്തിനായിരുന്നു ഇത്? അതിനുശേഷം ശങ്കരംകുളത്ത് സമ്മേളനം നടത്തി. എന്തിനായിരുന്നു ഇത്? എത്ര പാവപ്പെട്ട ആൾക്കാർ പണം മുടക്കി ബസ് എടുത്ത് അങ്ങോട്ട് യാത്ര പോയി. ഇതൊക്കെ വെറുതെയായില്ല. അവരുടെ അതേ ആദർശം തന്നെയാണ് നമുക്കുള്ളതെങ്കിൽ ഇനി നോക്ക്, ഇതിപ്പോ വിചിന്തനത്തിലാണ്. വിചിന്തനവും അൽമനാറും ഒക്കെ ഹദീസ് നിഷേധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അൽമനാറിലൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് വിട്ട് ഹദീസ് സ്നേഹവും സുന്നത്ത് പ്രേമവും വിളമ്പുന്നവരെ എമ്പാടും കാണാനാവും. ഹദീസ് പ്രേമം അതിനെ പരിഹസിക്കുകയാണ്. അതുപോലെയോ സുന്നത്തിനെ സ്നേഹിക്കുന്നതിനെ പരിഹസിക്കുകയാണ്. ഏതിന്റെ പേരിൽ അവർക്ക് തൗഹീദിനോടുള്ള സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കുക. തൗഹീദിനോട് സ്നേഹമുണ്ട് എന്ന വ്യാജേന. ഏതുപോലെ മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു സബ് അഹ്ലു ബൈത്തിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അവർക്ക് അഹ്ലു ബൈത്തിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഞങ്ങൾ തൗഹീദിനെ സ്നേഹിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ തൗഹീദിനെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്നിട്ടോ വീണ്ടും ഇയാൾ പറയാ, റുഖിയ ശറഈയുടെ മറവിൽ നടത്തുന്ന ജിന്ന് ചികിത്സക്ക് തെളിവ് പരതുന്ന കടുത്ത യാഥാസ്ഥിതികരാണ് ഈ വാചക കസർത്തിന് പിന്നിൽ. അപ്പൊ റുഖിയ ശറഈയുടെ മറവിൽ നടത്തുന്ന ജിന്ന് ചികിത്സ, അപ്പൊ റുഖിയ ശറഈല് ജിന്ന് ചികിത്സയുമുണ്ട്. ജിന്ന് ചികിത്സ ഇസ്ലാമിൽ ഉള്ളത് തന്നെയാണ്. ഇത് പറഞ്ഞാൽ ഇവരൊക്കെ എഴുതി, അബ്ദുറഹ്മാൻ സലഫി എഴുതി ഒപ്പിട്ടല്ലോ ജിന്ന് ബാധയുണ്ടാകും, അവൻ ഇറക്കണമെങ്കിൽ റുഖിയ ശറഈ നടത്താമെന്ന്. ഇപ്പൊ അതൊക്കെ അവര് നിഷേധിക്കുകയാണ്, എല്ലാം നിഷേധിക്കുക. അതേസമയം ജിന്ന് ചികിത്സയുടെ പേരിൽ അതിര് കവിയുകയും ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ വേറുണ്ട്. അതിനാ ഒന്ന് റുഖിയ ശിർക്കിയ എന്ന് പറയും, വേറൊന്ന് റുഖിയ ശറഈ എന്ന് പറയും. അള്ളാന്റെ ദീനിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ അത് ദീനിൽ ഉള്ളത് തന്നെയാണ്. അത് പരിഹസിക്കാൻ പാടില്ല എന്നാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അൽമനാറും അതുപോലെ വിചിന്തനവും ഒക്കെ ഇന്ന് ഹദീസ് നിഷേധത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മടവൂർ വിഭാഗത്തിനേക്കാൾ അപകടകരമായ പോക്ക് ഇവർ നടത്തിയ ഒരു സാമ്പിൾ കൂടി ഞാൻ പറയാം. വിചിന്തനത്തിലുള്ള ഒരു വാചകാണ്. ഇസ്ലാമും ജനാധിപത്യവും എന്നൊരു ലേഖനത്തിൽ അവസാനം എഴുതുന്ന നിങ്ങള്, അതിൽ ഒടുക്കം എഴുതുന്നൊരു വിഷയം പിന്നെ ഖുർആനെതിരായ ഹദീസുകൾ മടവൂർ വിഭാഗം സ്ഥിരമായി പറയണ, പണ്ട് ചേകനൂരികളൊക്കെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് ഇവരും ഏറ്റെടുത്തു. ഹദീസ് സഹിയാണെങ്കിൽ ഖുർആൻ എതിരുണ്ടാവും എന്ന് വരുത്തുക. സഹിയ ഹദീസാണെങ്കിൽ ഖുർആൻ എതിരുണ്ടാവില്ല എന്ന് ലോക മുസ്ലിങ്ങൾ സ്ഥാപിച്ച വിഷയമാണ്. പക്ഷെ ഇവര് എന്ത് ചെയ്തു? ഖുർആൻ എതിരായ ഹദീസുകൾ എന്ന നിലക്ക് ഉണ്ടാവും, അങ്ങനെയാണ് സ്വീകരിക്കേണ്ടെന്ന് വരുത്തി. എന്നിട്ട് പിന്നെ പറയാണ് ഇത് എന്തുകൊണ്ടാ വന്നത്? ഖുർആന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, എന്നാൽ ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. എന്നിട്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തും കൊടുത്തു. വാസ്തവത്തിൽ മടവൂർ വിഭാഗം പോലും പറയാത്തൊരു വിഷയമാണ്. അബ്ദുസ്സലാം സുല്ലമി പോലും എഴുതി ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നത് ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആൻ മാത്രമല്ല ഹദീസുമാണ്. ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം. അത് ആ കാര്യം സൂചിപ്പിക്കുന്ന ഇമാമിയുടെ ഒരുപാട് വാചകങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ വഴി, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഇവരിതാ ഖുർആന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുള്ളൂ, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല എന്ന മടവൂരികൾക്ക് പോലും ഇല്ലാത്ത വാദം വിചിന്തനത്തിൽ ഇതാ അടിച്ചിറക്കിയിരിക്കുന്നു.
അതുകൊണ്ട് ഇവർ നവമടവൂരികൾ എന്നതൊക്കെ നമ്മൾ പറയുന്നത് വളരെ മോശമായ ഒരുപാട് ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ചിലത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട്